ഹലോ, അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നന്നായിട്ട് തനിയാൻ വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കും. അതിനുശേഷം ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഉള്ളിയുടെ മിക്സ് ചെയ്തല്ലോ, അത് അതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് തിളയ്ക്കാൻ മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സ് അടിച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് 1 പാലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു തിള വരുന്ന വരെ നിന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ ബൈ, സീ യു.